Friends, welcome back to the English time. ഇന്ന് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സെക്കൻഡ് യൂണിറ്റിലെ ഒരു പോയം ഫ്രം എ റെയിൽവേ കരേജ്. ഇവിടെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിൽഡ്രൻ ഹു ഹാവ് ട്രാവൽഡ് ബൈ ട്രെയിൻസ് വുഡ് ഹാവ് ഹാഡ് ആൻ എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ്. കുട്ടികൾ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആവേശോജ്വലമായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. Besides the rhythm and movement of the train, there are the rushing scenes outside the window to look at. ട്രെയിനിൻ്റെ താളവും ചലനവുമല്ലാതെ പുറത്ത് ധാരാളം കാഴ്ചകൾ, കുതിച്ചു പായുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. Here the poet presents a thrilling experience of a train journey in the 19th century. 19ാം നൂറ്റാണ്ടിലെ ഒരു ട്രെയിൻ യാത്രയുടെ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് പോയറ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. കവിത എഴുതിയത് റോബർട്ട് ലൂയിസ് സ്റ്റീഫൻസനാണ്. ഒരു സ്കോട്ടിഷ്കാരനാണ്, നോവലിസ്റ്റാണ്, അതുപോലെ പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, ട്രാവൽ റൈറ്ററാണ്. ഓക്കെ, നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഈ പോയത്തിന് ട്രെയിനിൻ്റെ ശബ്ദവുമായിട്ട്, ട്രെയിനിൻ്റെ ആ താളവുമായിട്ടൊരു ഈ പോയത്തിൻ്റെ വാക്ക് ക്രമീകരണം ആ താളവുമായി ബന്ധപ്പെട്ട്, അതായത് സ്ട്രെസ്ഡ് സിലബിളും അൺസ്ട്രെസ്ഡ് സിലബിളൊക്കെ ആ ട്രെയിനിൻ്റെ താളവുമായിട്ട് ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഇതിലുള്ള പദപ്രയോഗങ്ങളുള്ളത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. Faster than fairies, faster than witches, bridges and houses, hedges and ditches. ആദ്യത്തെ സ്റ്റാൻസ പറയുന്നത് ട്രെയിനിൻ്റെ സ്പീഡിനെ കുറിച്ചാണ്. Faster than fairies, faster than witches, the train rushes faster than fairies and witches. വിച്ചസിനെക്കാട്ടിലും ഫെയറീസിനേക്കാളും അതിവേഗത്തിൽ ട്രെയിൻ ഇങ്ങനെ കുതിക്കുകയാണ്. വിച്ചസ് മീൻസ് മന്ത്രവാദിനികൾ, ഫെയറീസ് യക്ഷികൾ. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, വീടുകളും പാലങ്ങളും. ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ഹെഡ്ജസ് വേലികൾ, അതുപോലെ കിടങ്ങുകൾ, തോടുകൾ. ഡിച്ചസ് തോടുകൾ. ഇതൊക്കെ മറികടന്നിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ കുതിക്കുന്നത്. ഇറ്റ് റൺസ് പാസിങ് ഹൗസസ്, ഫെൻസസ് ആൻഡ് ഡിച്ചസ്. തോടുകൾ. ഹെഡ്ജസ് എന്ന് പറഞ്ഞ വേലി, ചെടികളെ കൊണ്ട് വേലി കെട്ടുക, അതിനാണ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. ആൻഡ് ചാർജിങ് അലോൺ ലൈക്ക് ഡ്രോപ്സ് ഇൻ എ ബാറ്റിൽ, ഓൾതോ the meadow, the horses and cattle. അതിങ്ങനെ കുതിക്കുകയാണ്. ഇറ്റ് ചാർജസ് അഹെഡ് ലൈക്ക് സോൾജിയേഴ്സ് ചാർജ് ഇൻ ടു എ ബാറ്റിൽ ഫീൽഡ്. അതായത് ഓൾതോ ദ മെഡോ, ദ ഹോഴ്സസ് ആൻഡ് കാറ്റിൽ, കുതിരകളും പശുക്കളൊക്കെയാണ് മേയുന്ന ആ പുൽമേട്ടിലൂടെ യുദ്ധഭൂമിയിൽ പടയാളികൾ നീങ്ങുന്നത് പോലെ തീവണ്ടിയുടെ യാത്ര അദ്ദേഹം വിവരിക്കുകയാണ്. ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റൈൻ. എല്ലാ കാഴ്ചകളും തീവണ്ടിയുടെ യാത്ര ഒരു മഴച്ചാറ്റിൽ അകന്നു പോകുന്നത് പോലെ, ചെരിഞ്ഞു പെയ്യുന്ന മഴ. ഡ്രൈവിംഗ് റൈൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഡ്രൈവിംഗ് റൈൻ എന്ന് പറഞ്ഞാൽ റൈൻ ബ്ലൗൺ ബൈ വിൻഡ്, കാറ്റിനാൽ ഇങ്ങനെ ചെരിഞ്ഞു പോയ മഴ. അതുപോലെ പ്ലെയിൻ എന്ന് പറഞ്ഞ സമതല പ്രദേശങ്ങൾ, അതുപോലെ ഹിൽ മലകൾ. ഈ മഴച്ചാറ്റിൽ അകന്നു പോകുന്നത് പോലെ കുന്നിൻ്റെയും സമതലത്തിൻ്റെയും കാഴ്ച തീവണ്ടിയിലിരുന്ന് നോക്കുമ്പോൾ അതിങ്ങനെ പറന്നു പോവുകയാണ്, പെട്ടെന്ന് പോവുകയാണ്.
and ever again in the wing of an eye, painted station whistled by. Ever again, എവർ അഗെയിൻ എന്ന് പറഞ്ഞാൽ എവറി നൗ ആൻഡ് ദെൻ, ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോർട്ട് ഇൻ്റർവെല്ലിൽ, ഇൻ ദ വിങ് ഓഫ് ആൻ ഐ, ഒന്ന് കണ്ണ് ചിമ്മി തുറക്കും മുമ്പ്, പെയിൻറ്റഡ് സ്റ്റേഷൻ വിസിൽഡ് ബൈ, പെയിൻറ്റുകൾ അടിച്ചിട്ടുള്ള സ്റ്റേഷനുകൾ, തീവണ്ടിയുടെ ഓരോ സ്റ്റേഷനും ഇങ്ങനെ ചൂളം വിളിച്ച് തീവണ്ടി ഓരോ സ്റ്റേഷനും പിന്നിടുകയാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസ. ഒരു സ്റ്റാൻസയിൽ 8 വരികളാണുള്ളത്. ഇതിലെ റൈം, ഓരോ വേർഡും അടുത്ത ഒരു ലൈനും അടുത്ത ലൈനുമായിട്ട് റൈം ചെയ്തിട്ടുണ്ട്. വിച്ചസ്, ഡിച്ചസ്, ബാറ്റിൽ, കാറ്റിൽ, പ്ലെയിൻ, റൈൻ, ഐ, ബൈ. അപ്പം ഇതിലുള്ള റൈമിംഗ് വേർഡ്സ് എ, ബി, ബി, സി, സി, ടി, ഡി എന്ന രീതിയിലാണ്. വിച്ചസ്, ഡിച്ചസ്, ബാറ്റിൽ, കാറ്റിൽ, പ്ലെയിൻ, റൈൻ, ഐ, ബൈ. ഇനി സെക്കൻഡ് സ്റ്റാൻസ, രണ്ടാമത്തെ സ്റ്റാൻസ പറയുന്നത് പുറം കാഴ്ചകളെക്കുറിച്ചാണ് കവി ഈ സ്റ്റാൻസയിലൂടെ വാചാലനാകുന്നത്. അതായത് കവി ഉള്ളിലിരുന്നു കൊണ്ട് പുറത്തുള്ള കാഴ്ചകളാണ് ഇതിലൂടെ പറയുന്നത്. Here is a child who clambers and scrambles all by himself and gathering brambles. ഒരു കുട്ടി, ആ കുട്ടി എന്താ ചെയ്യുന്നത്? അത് ക്ലൈം വിത്ത് ഡിഫിക്കൽറ്റി യൂസിങ് ബോത്ത് ഹാൻഡ് ആൻഡ് ഫീറ്റ്, കാലും കൈയൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കയറുകയാണ്. ആൻഡ് സ്ക്രാമ്പിൾസ് മൂവ് ക്വിക്ക്ലി വിത്ത് ഡിഫിക്കൽറ്റി, വളരെ പ്രയാസപ്പെട്ട് വേഗത്തിൽ ചലിക്കുക. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ കയറുന്ന ഒരു രംഗം, മരത്തിൽ വലിഞ്ഞ് കയറുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗാദറിങ് ബ്രാമ്പിൾസ്, സ്വന്തക്കാണ് കയറുന്നത്. ഗാദറിങ് ബ്രാമ്പിൾസ്, ഗാദറിങ് എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, ബ്രാമ്പിൾസ് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ബ്രാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബെറീസ് ആണ്, ട്രോണി പ്ലാന്റ് വിത്ത് ബ്ലാക്ക് ബെറീസ്, അത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് കയറുന്നു. ഹിയർ ഈസ് എ ട്രാം ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്, ഇതൊക്കെ ട്രെയിനിൽ ഇരുന്നു കൊണ്ടുള്ള കാഴ്ചകളാണ്. ഹിയർ ഈസ് എ ട്രാം ഹൂ സ്റ്റാൻഡ് ആൻഡ് ഗേസസ്, ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ. ട്രാം എന്ന് പറഞ്ഞാൽ നാടോടി എന്നൊക്കെ പറയാം. ഹൂ സ്റ്റാൻഡ്, ഇങ്ങനെ നിൽക്കുന്നു. ആൻഡ് ഗേസസ്, വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. ആൻഡ് ഹിയർ ഈസ് എ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡൈസീസ്, ഒരു പച്ച നിര, അവിടെ ഡൈസീസ് പൂക്കൾ ഇങ്ങനെ കോർക്കുന്ന രംഗം. ഹിയർ ഈസ് എ കാർട്ട് റൺഅവേ ഇൻ ദ റോഡ്. കാർട്ട് എന്ന് പറഞ്ഞാൽ കാളവണ്ടി, കുതിരവണ്ടി. ഇത് റൺഅവേ ഇൻ ദ റോഡ്, റോഡിലൂടെ. റൺഅവേ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഔട്ട് ഓഫ് കൺട്രോൾ, ബാലൻസ് ഇല്ലാതെ, കൺട്രോൾ ഇല്ലാതെ ചലിക്കുക, ഒരു വാക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഹിയർ ഈസ് എ കാർട്ട് റൺഅവേ ഇൻ ദ റോഡ്, റോഡിലൂടെ ഒരു ഔട്ട് ഓഫ് കൺട്രോൾഡായിട്ട് ചലിക്കുന്ന ഒരു വാഹനം. ലംബിങ് അലോൺ വിത്ത് മാൻ ആൻഡ് ലോഡ്. ലംബിങ് അലോൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ട് മുന്നോട്ട് ചലിക്കുന്നു. വിത്ത് മാൻ, ആ ഡ്രൈവറുണ്ട്, ആൻഡ് ലോഡ്, ചരക്കുമുണ്ട്. ആൻഡ് ഹിയർ ഈസ് എ മിൽ ആൻഡ് ദർ ഈസ് എ റിവർ. ഇവിടെ ഒരു മില്ല് കാണുന്നു. ദർ ഈസ് എ റിവർ, അവിടെ ഒരു പുഴ കാണുന്നു. ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ, എല്ലാം, ബട്ട് ഓൾ ഫോർ എ ഷോർട്ട് മൊമെൻറ്റ് ഇൻ ദ സൈറ്റ്, ദെൻ പാസ് എവേ ഫോർ എവർ. എല്ലാം വളരെ ചുരുങ്ങിയ സമയത്തൊക്കെ കാണുന്നുള്ളൂ, എല്ലാം അകന്നു പോവുകയാണ്, മറഞ്ഞു പോവുകയാണ്. എല്ലാ കാഴ്ചകളും ഇങ്ങനെ വരാത്ത വണ്ണം ഇങ്ങനെ അകന്നു പോകുന്നു, പെട്ടെന്ന് കാഴ്ചയിൽ നിന്നും മറയുന്നു എന്നാണ് അർത്ഥം. ഇതിലെ പ്രധാന വാക്കുകൾ, ഫെയറി എന്ന് പറഞ്ഞാൽ യക്ഷിയാണ്, വിച്ചസ് എന്ന് പറഞ്ഞാൽ ദുർമന്ത്രവാദി, ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ വേലിയായി നട്ട് വളർത്തുന്ന കുറ്റിച്ചെടികൾക്കാണ് പറയാം, അതിൻ്റെ ആ നിര. ഡിച്ച് എന്ന് പറഞ്ഞാൽ ചാല്, അരുവി, ഓട. ചാർജിങ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുതിക്കുക. ഡ്രോപ്സ്
സൈനികർ, സോൾജിയേഴ്സ്. മെഡോ എന്ന് പറഞ്ഞാൽ പുൽത്തകിടി. ഡ്രൈവിംഗ് അതിശക്തമായി. ഇൻ ദ വിങ് ഓഫ് ആൻ ഐ, ഒരു അല്പസമയത്തിനുള്ളിൽ. കണ്ണ് ചിമ്പുന്ന സമയം, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം. വിസിൽഡ് ബൈ, ചൂളമടിച്ച് അതിവേഗത്തിൽ കടന്നു പോകുന്നതിനാണ്. ക്ലാമ്പർ, ബുദ്ധിമുട്ടി കയറുക. സ്ക്രാമ്പിൾ, അള്ളിപ്പിടിച്ച് പെട്ടെന്ന് നീങ്ങുക. ബ്രാമ്പിൾ, ഞാറൽപ്പഴം, അതിനാണ് ബ്രാമ്പിൾ എന്ന് പറയും. ട്രാമ്പ്, നാടോടി. ഗെയ്സ്, വളരെ അത്ഭുതത്തോടെ നോക്കുക. ഗ്ലിംസ്, ക്ഷണിക ദർശനം. ക്ഷണികമായിട്ടുള്ള ദർശനം. ഇനി ഈ പാഠത്തിലെ പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. എ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ്. ദ പോയറ്റ് ഈസ് എ വെൽ നോൺ സ്കോട്ടിഷ് പോയറ്റാണ് റോബർട്ട് ലൂയിൻ സ്റ്റീവൻസൺ. ഈ ദ പോയം ഹാസ് 2 stanzas ഓഫ് 8 lines ഈച്ച് ഒക്ടേവ്. ഇവിടെ 2 സ്റ്റാൻസയാണ്. ഓരോ സ്റ്റാൻസയിലും 8 വരികളുണ്ട്. ഇങ്ങനെ 8 വരികളുള്ള സ്റ്റാൻസയുള്ള പോയത്തിന് പറയുന്ന പേരാണ് ഒക്ടേവ്. ആ സ്റ്റാൻസയ്ക്ക് പറയും ഒക്ടേവ് എന്ന് പറയും. ദ റൈം സ്കീം ഓഫ് ദ പോയം ഈസ് എ എ ബി ബി സി സി ഡി ഡി. ദ തീം ഈസ് എ ചൈൽഡ്സ്, അത് പോയറ്റാകാം, പോയറ്റിൻ്റെ ചെറുപ്പത്തിലുള്ളതാകാം. ത്രില്ലിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് എ ട്രെയിൻ ജേണി. ഒരു മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് മെറ്റഫറിക്കലി കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ഫെയറീസ് ആൻഡ് വിച്ചസ്. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, വിച്ചസ് എന്ന് പറഞ്ഞില്ല ഇവിടെ. 2 സിമിലികൾ. ചാർജിങ് എലോൺ, ലൈക്ക് ട്രൂപ്സ്. ലൈക്ക് ഉപയോഗിച്ച് സിമിലി നടത്തി. ഫ്ലൈ ആസ് തിക്ക് ആസ് ദ ഡ്രൈവിംഗ് റൈൻ. ആസ് ഉപയോഗിച്ച് സിമിലി ചെയ്തു. ഇനി അലിട്രേഷൻ ഫാസ്റ്റർ, ഫെയറീസ് ഫാസ്റ്റർ. ധാൻ, 2 അലിട്രേഷൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അസോണൻസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. എന്നുള്ള ബ്രിഡ്ജ് എന്നുള്ള ശബ്ദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വൊവൽ സൗണ്ടാണ്. വിഷ്വൽ ഇമേജസ്. നമ്മുടെ ഒരു വസ്തു സംഗതിയുടെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ, അതിനാണ് വിഷ്വൽ ഇമേജ്. ബ്രിഡ്ജസ് എന്ന് പറയുമ്പം അത് നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. ഹൗസസ്, ഹെഡ്ജസ്, ഡിച്ചസ്, ട്യൂബ്സ്, മെഡോ, ഹോയ്സസ്, ഹിൽ, കാറ്റിൽ, പ്ലെയിൻ, സ്റ്റേഷൻ, ചൈൽഡ്, ട്രാം, കാർട്ട്, മിൽ, റിവർ, അങ്ങനെ തുടങ്ങി. ഇനി ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ശബ്ദമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വിസിൽ, ചൂളം വിളിച്ചു പോകുന്നത്, ആ ശബ്ദം നമ്മുടെ മനസ്സിലേക്ക്. ഡ്രൈവിംഗ് റൈൻ. ഓക്കെ, ഇതാണ് പോയത്തിലെ നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിൻറ്റ്സുകൾ. നന്നായി പഠിക്കുക, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, പോയിൻറ്റ്സുകളൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.